നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിയാസ് മൗലവി കേസിന്റെ അന്വേഷണത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ. രാത്രികാലങ്ങളിലെ കായിക മത്സരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. അനുമതിയില്ലാതെ മത്സരം നടത്തി സംഘർഷമുണ്ടായാൽ സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്ന് KG സൈമൺ. ലോകത്തെ വിസ്മയിച്ച കമ്മ്യൂണിസ്റ്റ് വസന്തത്തിന് 60 വയസ്സ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരനെ തിരഞ്ഞെടുത്തത് നീലേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാർ. വിദേശ മദ്യഷാപ്പുകളും ബിയർ പാർലറുകളും പൂട്ടാൻ തുടങ്ങിയതോടെ ജില്ലയിൽ വ്യാപകമായി വ്യാജമദ്യം ഒഴുകുന്നു. ചെറുക്കള ദേശീയപാതയോരത്ത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും 240 കുപ്പി വിദേശ മദ്യം എക്സൈസ് സംഘം കണ്ടെത്തി. സ്വർണ്ണ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരം വിജയത്തിലേക്ക്. വാങ്ങൽ നികുതി പിൻവലിക്കുന്ന കാര്യം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പരിഗണിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഉറപ്പ്. കത്തുന്ന വേനലിൽ യാത്രക്കാർക്ക് ദാഹമകറ്റാൻ മോരും ശുദ്ധജലവും ഒരുക്കി തായലങ്ങാടിയുടെ സൗഹൃദം. മുസ്ലിം ലീഗ് തായലങ്ങാടി യൂണിറ്റിന്റെ സേവനം മാതൃകാപരം. കലാപ്രതിഭകളെ തേടി ബാലസംഘം. വേനത്തുമ്പി ഉദുമ മേഖല കലാജാഥയുടെ സെലക്ഷൻ ക്യാമ്പ് നുള്ളിപ്പാടിയിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണം തൃപ്തികരമാണെന്നും കേസിന്റെ കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി KG സൈമൺ. രാത്രിയിലെ കായിക മത്സരങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. അനുമതിയില്ലാതെ മത്സരം നടത്തി സംഘർഷമുണ്ടായാൽ സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ മൗലവി കേസുമായി ബന്ധപ്പെട്ട് ആർക്കും ആശങ്ക വേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ ചേംബറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടവും അതിൻ്റെ മുകളിലുണ്ട്. ആ കേസിനകത്ത് കൂടുതലുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. എനിക്കത് അറിയാവുന്നതാണ്. ഞങ്ങളാരും കേസന്വേഷണത്തിൽ ബന്ധപ്പെടുകയോ ഞങ്ങൾക്ക് ഇടപെടുമെന്ന് ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ വളരെ നല്ല രീതിയിലുള്ള അന്വേഷണവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ള കാര്യം തർക്കമില്ല. കാരണം സ്ക്രൂട്ടണി 3-4 സ്ക്രൂട്ടണി കഴിഞ്ഞിട്ട് മാത്രമേ കേസിൻ്റെ നിലപാടുകൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഇടയാകുന്നത് രാത്രികാലങ്ങളിലെ കായിക മത്സരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കളികളെ അംഗീകരിക്കുന്നു, എന്നാൽ പോലീസിന്റെ അനുമതി വേണമെന്ന വ്യവസ്ഥ കർശനമാക്കും. പോലീസിനെ അറിയിക്കാതെ കളികൾ നടത്തി പ്രദേശത്ത് സംഘർഷമുണ്ടായാൽ സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരത്തിൽ പെട്രോളിംഗ് ശക്തമാക്കാൻ 4 പുതിയ വാഹനങ്ങൾ കൂടി അടുത്ത ദിവസം കാസർഗോഡ് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരിക്കലും പോലീസ് അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കത്തില്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അഥവാ അങ്ങനെ ആരെങ്കിലും തന്നെ നടത്തുകയാണെങ്കിൽ, പോലീസ് പെർമിഷൻ ഇല്ലാതെ നടത്തുകയാണെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ നല്ല സ്കീം തയ്യാറാക്കി ഞങ്ങൾ മുകളിലോട്ട് അയച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം തന്നെ അഡീഷണലായിട്ട് ഞങ്ങൾക്ക് 5 വണ്ടിയിൽ നിന്ന് വരികയാണ്. ജില്ലയുടെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാ വിഭാഗം ആളുകളും തയ്യാറായിട്ടുണ്ട്. വർഗീയ ചുവയുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ പ്രേരണാകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നും KG സൈമൺ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCN. ചരിത്ര മുഹൂർത്തത്തിന്റെ നാഴികക്കല്ലായി ഏപ്രിൽ 5 ഒന്നാം EMS മന്ത്രിസഭയുടെ 60ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കാസർഗോഡ് ജില്ലക്കാർക്ക് ഈ ദിവസം ഓർക്കാൻ ഏറെ. ബാലറ്റിലൂടെ തിരഞ്ഞെടുത്ത ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരനെ തിരഞ്ഞെടുത്തത് നീലേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാർ. ബാലറ്റിലൂടെ ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേറ്റെടുത്ത് ലോക ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഏടുകൾ എഴുതിച്ചേർത്തതാണ് കേരളത്തിലെ EMS സർക്കാർ. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ നടത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതുവരെ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും തിരസ്കരിക്കപ്പെട്ടവൻ്റെയും സമര പോരാട്ട ഫലമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നതോടൊപ്പം അമരക്കാരനായ EMS സർക്കാർ എന്നും കേരളത്തിൻ്റെ പ്രഥമ സർക്കാർ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെഴുത്തിയ സർക്കാരിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ നീലേശ്വരത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. 111ാം അസംബ്ലി മണ്ഡലമായ നീലേശ്വരത്തിൻ്റെ മണ്ണിൽ നിന്നും വിജയിച്ചാണ് EMS കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയെ നയിക്കാൻ എത്തിയത്. നീലേശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി വരെ നീണ്ടു നിൽക്കുന്ന നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷമാണ് EMSന് അന്ന് നീലേശ്വരത്തെ വോട്ടർമാർ നൽകിയത്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ TV കോരൻ,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉണ്ണികൃഷ്ണൻ തിരുമുമ്പ് എന്നിവരെ കടുത്ത പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയാണ് EMS വിജയിച്ചത്. ദ്വയാംഗ മണ്ഡലമായ നീലേശ്വരത്ത് ജനറൽ വിഭാഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി EMSഉം SC വിഭാഗത്തിൽ കല്ലണൻ വൈദ്യരുമാണ് മത്സരിച്ചത്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ TV കോരനും SC വിഭാഗത്തിൽ P അച്ചുക്കോയനുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംസ്ഥാനത്ത് മുഴുവൻ ചുമതലയുണ്ടായിരുന്നതിനാൽ നീലേശ്വരത്ത് 4 തവണ മാത്രമാണ് പ്രചരണത്തിന് EMS എത്തിയത്. ഓഗസ്റ്റ് 2 നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ പൊതുവിഭാഗത്തിൽ EMSന് 38,090 വോട്ടും TV കോരന് 24,202 വോട്ടും തിരുമുമ്പിന് 20,938 വോട്ടും ലഭിച്ചു. 13,888 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ EMS തിരഞ്ഞെടുക്കപ്പെട്ടു. സംവരണ വിഭാഗത്തിൽ കല്ലണം വൈദ്യർ 44,754 വോട്ട് നേടിയപ്പോൾ P അച്ചുക്കോയന് 19,712 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 25,042 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചു. 57-ലെ EMS സർക്കാരിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ നീലേശ്വരത്തിനും അഭിമാനിക്കാം. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട സർക്കാരിന്റെ അമരക്കാരനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ. ചെർക്കള ദേശീയപാതയ്ക്ക് സമീപം മാലിന്യക്കൂമ്പാരത്തിനിടയിൽ ഒളിപ്പിച്ചു വച്ച നിലയിൽ വിദേശമദ്യം കണ്ടെത്തി. 180 മില്ലി ലിറ്റർ ഉൾക്കൊള്ളുന്ന 240 കുപ്പി വിദേശമദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ജില്ലയിലെ വ്യാജമദ്യത്തിന് തടയിടാൻ എക്സൈസ് വകുപ്പ് കർശനമായ നടപടികൾക്കൊരുങ്ങുകയാണ്. ചെർക്കള ദേശീയപാതയോരത്ത് മാലിന്യക്കൂമ്പാരത്തിനിടയിൽ മൂടിവച്ച നിലയിലാണ് 240 കുപ്പി വിദേശമദ്യം എക്സൈസ് സംഘം പിടികൂടിയത്. 180 മില്ലി ലിറ്റർ ഉൾക്കൊള്ളുന്ന കുപ്പികളാണ് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സുൾഫീഖറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് വ്യാജമദ്യം കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് എക്സൈസ് സംഘം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ദേശീയപാതയിലെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ ആവശ്യപ്പെട്ടതോടെ ജില്ലയിൽ വ്യാജമദ്യം വ്യാപകമായി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള വ്യാജമദ്യത്തിന് തടയിടാൻ കർശനമായ നടപടികൾ കൈക്കൊള്ളാനൊരുങ്ങുകയാണ് എക്സൈസ് വകുപ്പ്. കാഞ്ഞങ്ങാട് ചെർക്കള ദേശീയപാതയുടെ ഓരത്ത് ചപ്പുചവറുകൾക്കിടയിൽ 5 കേസ് ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെടുത്തത്. ഇത് നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥന്മാരും റേഞ്ച് പാർട്ടിയും സംയുക്തമായിട്ടുള്ള പരിശോധനയിലാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ റെയ്ഡുകളും സംയുക്ത പരിശോധനകളും കേരളത്തിൽ കാസർഗോഡ് ടൗൺ മേഖലയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ 5 കേസ് മദ്യം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യാപകമായി കർണാടകയിൽ നിന്ന് വില കുറഞ്ഞ മദ്യം താഴെ തട്ടിലേക്ക് വരുന്നതായിട്ട് രഹസ്യ വിവരങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇത് കിട്ടിയത്. ഇതിലെ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് പ്രതികളെ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ തെരച്ചിലാണ് നമ്മൾ. അതേസമയം പരിശോധന കർശനമാക്കിയിട്ടും ജില്ലയിൽ വ്യാപകമായി വ്യാജമദ്യം ഒഴുകുന്നതായും ആരോപണമുണ്ട്. ജില്ലയിലെ മിക്ക ബിവറേജ് ഔട്ട്ലെറ്റുകളും ബിയർ പാർലറുകളും പൂട്ടിയ സാഹചര്യത്തിൽ ഏറെ ആശങ്കാജനകമായ അവസ്ഥയാണ് ജില്ലയിലുള്ളത്. കർണാടകയിൽ നിന്നും ലിറ്റർ കണക്കിന് വ്യാജമദ്യം ജില്ലയിലെത്താനും സാധ്യതയേറെയാണ്. അവധിയിൽ പോയ മുഴുവൻ ഉദ്യോഗസ്ഥരെയും എക്സൈസ് വകുപ്പ് തിരിച്ചു വിളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. സ്വർണ്ണ വ്യാപാരികളുടെ സമരം വിജയത്തിലേക്ക്. വാങ്ങൽ നികുതി പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പ്രശ്നം ചർച്ച ചെയ്യുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകി. പർച്ചേസ് ടാക്സ് പിരിച്ചെടുക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹർത്താൽ വിജയത്തിലേക്ക്. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. വാങ്ങൽ നികുതി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പരിഗണിക്കാമെന്നതാണ് തോമസ് ഐസക് സമരസമിതിക്ക് നൽകിയ ഉറപ്പ്. ഇതേ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ജില്ലയിൽ നിന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ കരീം കോളിയാട്, ജില്ലാ ട്രഷറർ BM അഹമ്മദ് കബീർ തുടങ്ങി നിരവധി സ്വർണ്ണ വ്യാപാരികളാണ് തിരുവനന്തപുരത്തെ സമരത്തിന് നേതൃത്വം നൽകിയത്. സ്വർണ്ണക്കട ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കത്തുന്ന വേനലിൽ വഴിയാത്രക്കാർക്ക് ദാഹമകറ്റാൻ മോരും ശുദ്ധജലവുമൊരുക്കി 3ാം വർഷവും തായലങ്ങാടിയുടെ സൗഹൃദം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തായലങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ദാഹശമന കൂടാരം ഒരുക്കിയത്. കഴിഞ്ഞ 3 വർഷമായി തീവണ്ടി ഇറങ്ങിയെത്തുന്നവർക്കുൾപ്പെടെ
നൂറുകണക്കിന് വഴിയാത്രക്കാർക്ക് അനുഗ്രഹമാകുകയാണ് സൗജന്യമായി മോരും കുടിവെള്ളവും നൽകുന്ന തായലങ്ങാടിയിലെ ഈ മാതൃകാ സംവിധാനം. മഴക്കാലം വരെ ഇത് തുടരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകരിൽ ഒരാളും മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷററുമായ മുഹമ്മദ് കുഞ്ഞി തായലങ്ങാടി KCN ന്യൂസിനോട് പറഞ്ഞു. തായലങ്ങാടി ശാഖ മുസ്ലിം ലീഗ് ഇത് 3-ാം പ്രാവശ്യമാണ്. 3 വർഷമായി ഇതുപോലെയുള്ളൊരു ഈ വരിയാത്രക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലും മറ്റും പോകുന്ന യാത്രക്കാർക്കും അതേപോലെ തന്നെ ഓട്ടോറിക്ഷ, ചുമട് തൊഴിലാളികൾ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് ഇതുപോലെയുള്ളൊരു പരിപാടി ആരംഭിച്ചത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടിയായി മാറാൻ സാധിച്ചിട്ടുണ്ട്. കൊടുംചൂടിൽ യാത്രാ ദുരിതവും പേറിയെത്തുന്ന വഴിയാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന ഇത്തരം തണലിടങ്ങൾ മാതൃകാപരമാണ്. ഏതു നീക്കത്തിനും സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിടുന്ന വർത്തമാനകാലത്ത് പ്രത്യേകിച്ചും ഇത്തരം സേവനങ്ങൾ പ്രശംസയറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. വേനൽത്തുമ്പി ഉദുമ മേഖലാ കലാജാഥയുടെ ഈ വർഷത്തെ സെലക്ഷൻ ക്യാമ്പ് നുള്ളിപ്പാടിയിൽ സംഘടിപ്പിച്ചു. കൺവീനർ മധു മുതിയക്കാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 45ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. 13 പേരെയാണ് തിരഞ്ഞെടുത്തത്. ചന്ദ്രൻ കരിവാക്കോട്, ശിവകുമാർ അരവത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജില്ലാ കൺവീനർ മധു മുതിയക്കാൽ ഉദ്ഘാടനം ചെയ്തു. PM പ്രവീൺ, മുഹമ്മദ് ഹനീഫ, അശോകൻ കുനൂച്ചി, T ബാലകൃഷ്ണൻ, വിജേഷ്, രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സാംസ്കാരിക രംഗത്ത് കുട്ടികളുടേതായ സംഭാവന നൽകുവാൻ വേനൽത്തുമ്പികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ജാഥ ലീഡർ പ്രവീൺ പാടി KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ കാസർഗോഡ് ജില്ലക്കകത്ത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം 6 തുമ്പികളാണ് പര്യടനം നടത്തുന്നത്. ഏകദേശം 24ഓടുകൂടി പര്യടനങ്ങൾ തുടങ്ങി. മെയ് ആദ്യത്തിൽ തന്നെ ഈ പര്യടനം അവസാനിച്ച് സെലക്ഷൻ അവസാനിച്ച് മെയ് ആദ്യത്തിൽ തന്നെ പര്യടനം ആരംഭിച്ച് ഒരു 10ഓടുകൂടി ബാലസംഘത്തിൻ്റെ പര്യടനം അവസാനിക്കും. അങ്ങനെ വേനലവധിക്കാലത്ത് കുട്ടികളെ ഈ വേനൽത്തുമ്പിയുടെ ബാലസംഘത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിലൂടെ നമുക്ക് ഒരുപാട് സംഭാവനകൾ സമൂഹത്തിലേക്ക് ചെയ്യുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നടീനടന്മാരെ സിനിമയിലേക്കും അങ്ങനെ സാംസ്കാരിക രംഗത്തേക്ക് ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പിയിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ബാലസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ നാടക തിയേറ്ററാണ് ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പി. ഈ വർഷത്തെ കലാജാഥ പര്യടനം മെയ് 1 മുതൽ ആരംഭിക്കും. സാഹോദര്യവും സമത്വവും കലയിലൂടെ പ്രചരിപ്പിക്കുവാനും മനുഷ്യ മനസ്സുകളിലെ കൊടും വേനൽ ശമിപ്പിക്കുവാനും അതിരുകൾ വേർതിരിക്കാത്ത പുതുതലമുറയെ വാർത്തെടുക്കുവാനും ഇത്തരം കലാജാഥകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും. ന്യൂസ് ഡെസ്ക് KCN. ചെമ്പരിക്ക ഗാസിയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് PDP ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ നടന്ന ഉപവാസ സമരം PDP സംസ്ഥാന വൈസ് ചെയർമാൻ സുബൈർ സ്വബാഹി ഉദ്ഘാടനം ചെയ്തു. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ചെമ്പരിക്ക ഗാസിയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് PDP കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. PDP സംസ്ഥാന വൈസ് ചെയർമാൻ സുബൈർ സ്വബാഹി ഉപവാസം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എണ്ണം പറഞ്ഞ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന CM അബ്ദുള്ള മൗലവി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉപ്പും തോറും ജീവിക്കുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തെ ഓരോരുത്ത മനുഷ്യനും വിശ്വസിക്കില്ല എന്ന് പറയാൻ ഈ വേദിയാൽ ഉപയോഗപ്പെടുത്തുകയാണ്. തന്നെയല്ല ആദ്യം ഇത് ആത്മഹത്യയാണ് എന്ന് പറയാൻ താല്പര്യം കാണിച്ച ഹബീബ് റഹ്മാൻ എന്ന DYSP. ഹബീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പടച്ചവന്റെ ഇഷ്ടക്കാരനെന്ന, പക്ഷെ അയാളുടെ സ്റ്റേറ്റ്മെന്റ് വന്ന അന്ന് നമുക്ക് മനസ്സിലായത് ഇയാള് ഹബീബ് റഹ്മാനല്ല, ഇയാള് ഹബീബ് ശൈത്താനാണെന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഗാസിയുടെ മരണം ആത്മഹത്യ എന്ന വാദം തെറ്റാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പരിപാടിയിൽ റഷീദ് മുട്ടുന്തല അധ്യക്ഷത വഹിച്ചു. ഗോപി കുതിരക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് കുറ്റിയാനി, ഹാരിസ് ദാരമി, അബ്ദുൽ സക്കാഫി, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി നീലേശ്വരം പള്ളിക്കര പാലേരക്കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നു.
വികസനത്തിനെതിരല്ലെന്നും എന്നാൽ വികസനത്തിന്റെ പേരിൽ വിശ്വാസത്തെ ഹനിക്കരുതെന്നും നാട്ടുകാർ. ക്ഷേത്ര പരിസരത്ത് നാട്ടുകാർ ധർണാ സമരം നടത്തി. ചിരപുരാതനമായ പാലേരകീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ദേശീയപാതയോരത്തെ ദേവസങ്കേതമാണ്. എന്നാൽ ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഈ പവിത്ര സന്നിധിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോൾ നാടിന്റെ ഐശ്വര്യത്തിന് തന്നെ കോട്ടം വരുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുയർത്തി നാട് ഒന്നടങ്കം ക്ഷേത്ര പരിസരത്ത് നടന്ന ധർണാ സമരത്തിന്റെ ഭാഗമായി മാറി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ധർണ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കരയിലെ ഈ അറക്ക് ഒരു പോറലും വരുവാൻ പാടില്ല. അത് നമ്മുടെ ആരാധനാ കേന്ദ്രമാണ്. അത് നാം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രതിഷ്ഠിച്ചു വെക്കുന്ന ദൈവമാണ് ഇവിടെ കുടികൊണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ മേലധികാരികൾ നമ്മുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നില്ല. മലബാറിൽ നമുക്ക് 200ഓളം ക്ഷേത്രങ്ങൾ നമ്മുടെ സംഘടനയിലുണ്ട്. 200 ക്ഷേത്രങ്ങൾ 100 പേരെ വെച്ച് 20,000 ആളെ പങ്കെടുത്തുകൊണ്ട് ഈ തിരുസന്നിധിയിൽ നമുക്ക് നിരാഹാര സമരം നടത്തുവാൻ നിങ്ങളോടൊപ്പം ഈ സംഘടന ഉണ്ടാകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സി ഗോപി അധ്യക്ഷത വഹിച്ചു. പൂരക്കളി അക്കാദമി ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ, പി അമ്പാടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി പി ദിനേശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം വി ഭരതൻ നന്ദിയും പറഞ്ഞു. റിപ്പോസ് ആൻഡ് തമാം ബാഡ്മിൻ്റൺ ഇവൻ്റ് 2017 നാഷണൽ ലെവൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് ഏപ്രിൽ 8-ന് തുടക്കമാകും. KBM ആൻഡ് ടീം 5 ബാഡ്മിൻ്റനും സംയുക്തമായി നടത്തുന്ന ടൂർണമെൻറ്റിന് വേദിയാകുന്നത് ഉപ്പള ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇൻഡോർ സ്റ്റേഡിയം. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ ലെവൽ ബാഡ്മിൻ്റൺ ടൂർണമെന്റ് ഏപ്രിൽ 8 ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ ഉപ്പള ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും. പരിപാടി ഇന്ത്യൻ ബാഡ്മിൻ്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ സെക്രട്ടറിയുമായ S മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അർബുദ രോഗബാധിതർക്ക് താങ്ങും തണലുമായ സാമൂഹ്യ പ്രവർത്തകൻ ഉപ്പളയിലെ മോനു ഹിന്ദുസ്ഥാനെ ആദരിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അഖിലേന്ത്യാ തലത്തിൽ ഈ വരുന്ന 2017 ഏപ്രിൽ മാസം 8-ാം തീയതി ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ്. നാഷണൽ ലെവൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ആണ് നടത്തപ്പെടുന്നത്. ഉപ്പളയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രസ്തുത പരിപാടി ഇന്ത്യൻ ബാഡ്മിൻ്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ സെക്രട്ടറിയുമായ S മുരളീധരൻ അവர்கள் ഉദ്ഘാടനം നിർവഹിക്കുന്നു. ചടങ്ങിൽ അർബുദ രോഗവേദനയിൽ കഷ്ടപ്പെടുന്നവർക്ക് താങ്ങും തണലുമായ സാമൂഹ്യ പ്രവർത്തകർ ഉപ്പളയിലെ മോണു ഹിന്ദുസ്ഥാനെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ KBM ഷെരീഫ്, ഫൈസൽ പട്ടുവത്തിൽ, ഗഫൂർ ബേവിഞ്ച, ഹംസ ഉദമ തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരത്ത് അനധികൃതമായി മരം മുറിച്ചു കടത്തുന്നതായി ആരോപണം. ഇതേ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിച്ചതായി മഞ്ചേശ്വരം പഞ്ചായത്ത് മെമ്പർ. മഞ്ചേശ്വരം ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് 2 ലക്ഷത്തോളം വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയതായി പഞ്ചായത്തിലേക്ക് പരാതി ലഭിച്ചത്. ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസർ മരം മുറിച്ച സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണോ സർക്കാർ സ്ഥലമാണോ എന്ന് പരിശോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് സർവേയറോട് സ്ഥലമളക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പരാതി കിട്ടിയതിനെ തുടർന്ന് മരം മുറിച്ചു കടത്തിയ വ്യക്തിക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസും നൽകിയിട്ടുണ്ട്. 4/2017 3 മണിക്ക് താലൂക്ക് സർവർ വന്നു, അളന്ന് ക്ലിയറാക്കി പഞ്ചായത്തിൻ്റെതാണെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പഞ്ചായത്ത് ഇതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും ആൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ശക്തമായിട്ടുള്ള നടപടി പഞ്ചായത്ത് ഇവരെ മുകളിൽ എടുത്തിരിക്കും. കൊറക്കോട് തറവാടിൻ്റെ പ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകം നടന്നു. ഏപ്രിൽ 2-ന് ആരംഭിച്ച ചടങ്ങുകൾക്ക് തന്ത്രിവാര്യൻ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണുവസ്ത്ര നേതൃത്വം നൽകി.
വിഷ്ണു അസ്ര തന്ത്രികളാണ് ഏപ്രിൽ 2-ന് ആരംഭിച്ച ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത്. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ധൂമാവതി ദൈവം, കല്ലാൽ ഗുളിക ദൈവം, പഞ്ചുരുളി, കൊറുത്തി, നാഗദേവൻ എന്നീ ദൈവങ്ങളുടെ പ്രതിഷ്ഠ, ബ്രഹ്മകലശാഭിഷേകവും ധൂമാവതിയുടെയും പരിവാര ദൈവങ്ങളുടെയും തമ്പിലയും നടന്നു. പ്രത്യേക പൂജകളായ മുടിപ്പ് പൂജയും പാനക പൂജയും നടന്നു. വരും ദിവസങ്ങളിൽ ഗുളിക സ്ഥാവര കലശം, പഞ്ചുരുളി, കല്ലുരുട്ടി ദൈവങ്ങളുടെ നേമോത്സവം, പ്രഭാഷണം തുടങ്ങി വിവിധ പരിപാടികളും നടക്കും. ഏപ്രിൽ 8 ശനിയാഴ്ച ചടങ്ങുകൾക്ക് സമാപനമാകും. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് കുടുംബസംഗമം നടന്നത്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ചായിരുന്നു കുടുംബസംഗമം സംഘടിപ്പിച്ചത്. KVVS സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. KMA പ്രസിഡന്റ് C. യൂസഫ് ഹാജി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് തയ്യിൽ, ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര, ജില്ലാ സെക്രട്ടറി പ്രണവം അശോകൻ, യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. KMA ജോയിന്റ് സെക്രട്ടറി CA പീറ്റർ സ്വാഗതവും സെക്രട്ടറി M. വിനോദ് നന്ദിയും പറഞ്ഞു. MB അഷ്റഫ്, ഗംഗാധരൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച KMA അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. രഞ്ജിത്ത് തോരിയുടെ കവിതാ സമാഹാരം നന്മജീവികൾ പാർക്കുന്ന ഇടം പ്രകാശനം ചെയ്തു. ചെറുവത്തൂരിൽ നടന്ന ചടങ്ങിൽ കരുവള്ളൂർ മുരളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. രഞ്ജിത്ത് ഓരിയുടെ കവിതാ സമാഹാരമടങ്ങിയ നന്മജീവികൾ പാർക്കുന്ന ഇടം പുസ്തകത്തിന്റെ പ്രകാശനം ചെറുവത്തൂർ ഹൈലൻ പ്ലാസയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കരുവള്ളൂർ മുരളി പ്രകാശനം ചെയ്തു. ഡിസംബർ ബുക്സാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. പുരോഗമന കലാസാഹിത്യ സംഘം ചെറുവത്തൂർ, ഓരി വള്ളത്തോൾ വായനശാല ഗ്രന്ഥാലയം, ഓരി യങ്മൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ VPP മുസ്തഫ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തകമാണിത്. നമുക്കറിയാം, ഇതൊരു ബൃഹത് സമാഹാരമൊന്നുമല്ല. രഞ്ജിത്തിന്റെ ആദ്യ സമാഹാരത്തിൽ വളരെ ചുരുക്കം നേരം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഏതാനും കവിതകളാണുള്ളത്. പക്ഷേ ഇത്രയും കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ബോധ്യമാവുന്നുണ്ട്. വർത്തമാനകാല ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രമേയങ്ങളെയും രഞ്ജിത്ത് സ്പർശിക്കുകയാണ്. AV സന്തോഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. മാധവൻ മണിയറ, വാസു ചോറോട്, ഡോക്ടർ PV കൃഷ്ണകുമാർ, ഡോക്ടർ M. ബാലൻ, ഓമന ടീച്ചർ, ജയചന്ദ്രൻ കുട്ടമത്ത്, ജയദേവൻ കരിവള്ളൂർ എന്നിവർ സംസാരിച്ചു. CM വിനയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിയാസ് മൗലവി കേസിന്റെ അന്വേഷണത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ. രാത്രികാലങ്ങളിലെ കായിക മത്സരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. അനുമതിയില്ലാതെ മത്സരം നടത്തി സംഘർഷമുണ്ടായാൽ സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്ന് KG സൈമൺ. ലോകത്തെ വിസ്മയിച്ച കമ്മ്യൂണിസ്റ്റ് വസന്തത്തിന് 60 വയസ്സ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരനെ തിരഞ്ഞെടുത്തത് നീലേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാർ. വിദേശ മദ്യഷാപ്പുകളും ബിയർ പാർലറുകളും പൂട്ടാൻ തുടങ്ങിയതോടെ ജില്ലയിൽ വ്യാപകമായി വ്യാജമദ്യം ഒഴുകുന്നു. ചെറുക്കള ദേശീയപാതയോരത്ത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും 240 കുപ്പി വിദേശ മദ്യം എക്സൈസ് സംഘം കണ്ടെത്തി. സ്വർണ്ണ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരം വിജയത്തിലേക്ക്. വാങ്ങൽ നികുതി പിൻവലിക്കുന്ന കാര്യം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പരിഗണിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഉറപ്പ്. കത്തുന്ന വേനലിൽ യാത്രക്കാർക്ക് ദാഹമകറ്റാൻ മോരും ശുദ്ധജലവും ഒരുക്കി തായലങ്ങാടിയുടെ സൗഹൃദം. മുസ്ലിം ലീഗ് തായലങ്ങാടി യൂണിറ്റിന്റെ സേവനം മാതൃകാപരം. കലാപ്രതിഭകളെ തേടി ബാലസംഘം. വേനൽത്തുമ്പി ഉദുമ മേഖലാ കലാജാഥയുടെ സെലക്ഷൻ ക്യാമ്പ് നുള്ളിപ്പാടിയിൽ സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.